ഹേ ഗൈസ്, പുലർച്ചെ കോഴി വീണതിന് മുന്നേ വേറൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് പതിവുള്ളതാണ് കേട്ടോ. ഹോസ്റ്റലിൽ തിരിച്ച് വീട്ടിലെത്തിയ ഒരു ചോദ്യം, രാവിലെ ചായ കുടിക്കാൻ പോവല്ലേ? ആ ചോദ്യത്തിന് മുന്നേ വീഴാത്ത ആരല്ലേ? പിന്നെ ഒന്നും നോക്കിയില്ല, മൊഞ്ചായി അങ്ങ് ഇറങ്ങി. ഇതുപോലെ എങ്ങട്ടേലൊക്കെ പോവാണെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങിയാൽ മാത്രം പോരാ, കുറെ എണ്ണത്തിന് ഇതുപോലെ പെറുക്കി കൂട്ടാണ്ട്. അങ്ങനെ എല്ലാവരും എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ കയറി. ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന സ്പോട്ട്, വേറെ എവിടെയല്ല, ഞങ്ങളെ നാട്ടിൽ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കാണാൻ ഭംഗിയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ചായ കുടിക്കായിരുന്ന പിന്നെ അതിന്റെ കൂടെ ചായക്കടി സൊറ പറയലൊക്കെ നിർബന്ധമാണല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. പണ്ടൊക്കെ ഇതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നത് ആരുടെങ്കിലൊക്കെ വീട്ടില് തലേ ദിവസം നിൽക്കും, എന്നിട്ട് പിറ്റേ ദിവസം എല്ലാരും കൂടെ കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി, എല്ലാരും കൂടെ കൂടിയുണ്ടെങ്കിൽ അപ്പൊ എവിടെയെങ്കിലൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ആ ഒരു വൈബുണ്ട്. അങ്ങനെ ചായടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പുഴയിൽ പോവാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഈ പുലർച്ചെ മഞ്ഞൊക്കെയുള്ള സമയത്ത് പുഴയിൽ പോയിരുന്ന് വർത്താനം പറയാൻ നല്ല രസമല്ലേ. പക്ഷെ പോയപ്പോഴും മനസ്സിലായത് പണി കിട്ടിയെന്ന്. അവിടെ ആകെ വെള്ളമൊക്കെ നനഞ്ഞ് അലമ്പായി കിടക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ നേരെ തിരിച്ചു. പക്ഷെ കഴിഞ്ഞിട്ടില്ല, പ്ലാൻ ചെയ്യാൻ പോയാൽ നമ്മളതിൽ പ്ലാൻ ബി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലാണോ സ്ഥലങ്ങൾക്ക് പഞ്ഞ, ഞങ്ങൾ നേരെ കുന്നിന്റെ ഉള്ളിൽ പോകാൻ തീരുമാനിച്ചു. പോണ വഴിക്ക് ഫുള്ള് കാട് പിടിച്ച വഴിയായതുകൊണ്ട് ഇവർക്ക് ഇല്ലാത്ത പ്രേതകഥകളില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞിട്ടില്ല, അവിടെയും വേലി ഞങ്ങളെ ചതിച്ചു. ഇത്രയും കാലം ഇല്ലാത്തൊരു വേലി അവിടെ എങ്ങനെയോ പൊട്ടിമുളച്ചു. പിന്നെ അതിന്റെ 4 പുറത്ത് കൂടെ നടന്ന് എങ്ങനെങ്കിലും കയറാൻ പറ്റുമെന്ന് വരെ ഞങ്ങൾ നോക്കി, പക്ഷെ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ കിളി പാറിയിരുന്നപ്പോ പിന്നെ പുഴയെങ്കിൽ പുഴയെന്ന് പറഞ്ഞ് ഞങ്ങൾ പുഴയിൽ തന്നെ അങ്ങ് പോയി. പുഴയുടെ ഒരു സൈഡിലേ തന്നിട്ടുള്ളൂ, മറ്റേ സൈഡ് നമുക്ക് വേണ്ടി കിടക്കണ്ടല്ലോ. പിന്നെ അവിടെ എല്ലാവരും കൂടെ വട്ടത്തിൽ അങ്ങിരുന്ന് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് കൊത്തുകലൊക്കെ കഴിച്ച്. അതിന്റെ അടുത്ത് ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി. അതിനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇത്. ഫോട്ടോ എടുക്കാൻ സ്റ്റാൻഡ് ഇല്ലാന്ന് പറഞ്ഞപ്പോ പാടത്തും പറമ്പത്ത് ക്രിക്കറ്റ് കളിച്ച ഞങ്ങൾക്കാണോ സ്റ്റാൻഡിന് മഞ്ഞൊന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കി സ്റ്റംപായിരുന്നു. എന്തായാലും സ്റ്റാൻഡ് സെറ്റ് ആയില്ലേ, പിന്നെ റീലും കൂടെ എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് റീലൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ കുറച്ചു നേരം തൊട്ട്. അത് കഴിഞ്ഞ് ദാഹിച്ചിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു കുഴി കുത്തി വെള്ളം തരാം. എന്തായാലും വെറും സ്നേഹം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോന്നു.